DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സന്തോഷ വാർത്തയാണ് ഏപ്രിൽ 24-ന് എത്തിയിരിക്കുന്നത്. 2 ഗഡു ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണമാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനവും എത്തിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായുള്ള 1 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാനിച്ച ഉടനെ തന്നെ വന്നിരിക്കുന്ന 2 മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 10 മുതൽ ആരംഭിച്ച 1 മാസത്തെ പെൻഷൻ വിതരണം ഇന്നലെയാണ് പൂർത്തിയായത്. അതിനു പിറകെ ഇന്ന് തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ 3200 രൂപയുടെ അതായത് 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ തുകയിൽ 1 മാസത്തേത് കുടിശ്ശിക പെൻഷൻ തുകയാണ്. 2 മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1800 കോടി രൂപ വേണ്ടിവരുമെന്നും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ ഭാഗമായി 5 ഗഡുക്കളാണ് ക്ഷേമ പെൻഷനിൽ കുടിശ്ശികയായത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. അതിൽ 2 ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 ഗഡുക്കൾ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷം നൽകുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 1 ഗഡുവാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 മാസത്തെ പെൻഷനിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന് മെയ് മാസത്തെ പെൻഷനായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. അതായത് 1 മാസത്തെ കുടിശ്ശിക പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപ വീതമാക്കിയാണ് ഇനി വിതരണം ഉണ്ടാവുക എന്നാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ശേഷിക്കുന്നത് 2 ഗഡു പെൻഷൻ കുടിശ്ശിക മാത്രമായിരിക്കും. 2024 മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും പെൻഷൻ വിതരണം നടന്നിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ച 2 മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിലിൽ ഉണ്ടാവുകയില്ല. 3200 രൂപയുടെ വിതരണം മെയ് മാസം പകുതിക്ക് ശേഷം സംസ്ഥാനത്ത് നടത്തുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഏപ്രിൽ 21 മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം ആഘോഷങ്ങൾ ആരംഭിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാലും 3200 രൂപയുടെ വിതരണം മെയ് 15-ന് ശേഷം മാത്രമായിരിക്കും സംസ്ഥാനത്തുണ്ടാവുക. സർക്കാരിന്റെ 4ാം വാർഷികം തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മെയ് 30-നുള്ളിലായി സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലേക്കും 3200 രൂപ എത്തിച്ചേരും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകളും വിതരണം ഉണ്ടാകുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിൽ 1 മാസത്തെ ഗഡു വിതരണമൊക്കെ ആയിരിക്കും ഉണ്ടാകുവാൻ സാധ്യത. എന്തായാലും ധനമന്ത്രി KN ബാലഗോപാൽ 2 മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പ്രഖ്യാപിച്ചുവെന്ന ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.